എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അമ്മ ഉണ്ട്. നമ്മളുടെ ഫ്രിഡ്ജിന് 3 ദിവസത്തേക്ക് വിടാം. ഒരു ദിവസം എത്ര റെന്റ്? 750 രൂപ. 750 × 3. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഫ്രീസർ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഫ്രീസർ ഒന്നും നോക്കാൻ മതി. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പോൾ നാളെ കേട്ടോ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വരുന്നത്. ഫ്രിഡ്ജിന് നല്ല റേറ്റ് ആയതുകൊണ്ട് അമ്മ പറഞ്ഞു 3 ദിവസത്തേക്ക് ഫ്രീസർ റെന്റിന് എടുത്താൽ മതിയെന്ന്. എല്ലാവരും ഫ്രീസറാണ് ഈ സമയത്ത് എക്സ്പെക്ട് ചെയ്ത് നിന്നത്. പക്ഷേ എല്ലാവരും കീഴി പോയി. അമ്മക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. അമ്മ വന്ന് നോക്കിയതും കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ അകത്തേക്ക് കയറുമെന്നൊരു ഡൗട്ടുണ്ട്. അമ്മക്ക് സന്തോഷം സഹിക്കാൻ പറ്റാണ്ട് നല്ല അടിപൊളിയായിട്ട് പൊട്ടിച്ചിരിക്കുവാണ്. ചെറുക്കനൊന്നും പറയാണ്ട് സാരമില്ല, ഇനിയിപ്പോ തിരിച്ചുവിടാൻ പറ്റുമോ? കാണുന്നതൊക്കെ മാത്രമേ ഉള്ളൂ നമ്മുടെ സെയിം അതേപോലത്തെ. ഫ്രിഡ്ജ് ഇന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ആളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മുടെ ആലുവയിലുണ്ടായിരുന്ന നമ്മുടെ ചങ്ക് ഫ്രണ്ട്സിനെയാണ് നമ്മൾ വിളിച്ചത്. അവരാണ് നമുക്ക് ഫ്രിഡ്ജ് ഇവിടെ കൊണ്ടുവന്ന് തന്നത് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ഇരിക്കുന്ന സെയിം ഫ്രിഡ്ജ് തന്നെയാണെന്നാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത്. അമ്മക്ക് അത് ഓക്കെ ആണ്. സന്തോഷം, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ എനിക്ക് സങ്കടം, ദൈവമേ എന്ത് ഫ്രീസറിനകത്ത് എങ്ങനെയൊക്കെ വെക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. താഴെ പലകയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനിത് നന്നാക്കി എടുക്കും, കാരണം ഇത് അപ്പം മേടിച്ച ഫ്രിഡ്ജാണ്. അപ്പോൾ ഞാൻ നന്നാക്കിയിട്ട് ആലുവ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകും. പഠിച്ച മണി 18 നോക്കിയിട്ട് ഇത് അടുക്കളയിലേക്ക് കയറുന്നില്ല. പിന്നെ കാട്ടൺ ബോക്സ് ഊരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കയറുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഹാളിൽ കൊണ്ടുപോയിട്ട് ഫുള്ള് റിമൂവ് ചെയ്തു. ഫ്രിഡ്ജ് കണ്ടിട്ട് അമ്മ പറഞ്ഞ അലമാര പോലെ ഇരിക്കണം. ഇപ്പോഴും നമുക്ക് വിശ്വാസം വന്നിട്ടില്ല. ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ഫ്രഞ്ച് ഡോർ ഫ്രിഡ്ജ് മേടിക്കുന്നത്. അതുകൊണ്ട് അമ്മ മനസ്സിൽ തട്ടി ഒരു താങ്ക്സ് പറഞ്ഞു. ഇത്രയും നാളെ ഞാൻ ഒരു സാധനം വീട്ടിലേക്ക് മേടിച്ചിട്ട് അമ്മ ഇത്ര ഹാപ്പി ആയിട്ടില്ല. കുറെ നാള് നമ്മള് തണുത്ത വെള്ളം ഇല്ലായിരുന്നു, ജ്യൂസ് ഒക്കെ അടിക്കുമ്പോഴേ ചൂടോടെയാണ് ജ്യൂസ് കുടിച്ചോണ്ടിരുന്നത്. അടുത്തതായിട്ട് ഫ്രിഡ്ജിനെ പറ്റി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഷോറൂമിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തന്നു. ഞാൻ അതേപോലെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇവർ വിചാരിച്ച് എനിക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടെന്ന്. അപ്പൊ നിസി കുറച്ച് മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി 2 മണിക്ക് ധൈര്യം തിന്നുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പൊ ഗസ്റ്റ് വരുന്ന വീഡിയോ നാളെ കാണാം.